സെൻസസ് കാനഡ എന്നുള്ള ലെറ്റർ ഒന്നും വന്നില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യനർ ഒന്നും ഫില്ല് ചെയ്ത് കൊടുക്കാനും പറ്റിയില്ല. ഇനിയിപ്പോൾ ഗവൺമെന്റ് എങ്ങാനും പറഞ്ഞിരുന്ന $500 ഫൈൻ എനിക്ക് കിട്ടുമോ എന്ന് സ്ട്രെസ് അടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിന്ന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതിനെ പറയട്ടെ, സെൻസസ് കാനഡയിലെ ലെറ്റർ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് ആദ്യം തന്നെ ഒരു $500 ഫൈനൊന്നും തരാൻ പോകുന്നില്ല. അതുകൊണ്ട് ബി കൂൾ, പാനിക് ആവണ്ട കേട്ടോ. ഇനി ആ ലെറ്ററോ അല്ലെങ്കിൽ സെക്യൂർ ആക്സസ് കോഡോ ഇല്ലെങ്കിലും നമുക്കിത് ഫിൽ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ, കാനഡയിലെ census.gc.ca എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോവുക. അതിൽ സ്റ്റാർട്ട് ക്വസ്റ്റ്യനർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഒബ്റ്റെയിൻ സെക്യൂർ ആക്സസ് കോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കറണ്ട് ആയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്യൂർ ആക്സസ് കോഡ് കിട്ടും കേട്ടോ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനർ വിത്തിൻ 10 minutes തന്നെ ഫിൽ ചെയ്യാവുന്നതാണ്. നൗ വൈ സെൻസസ് എന്ന് ചോദിച്ചാൽ ഇതിലെ ഡേറ്റാസ് വെച്ചിട്ടാണ് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ ഹോസ്പിറ്റൽസിന്, ക്ലിനിക്സിന്, അതുപോലെ സ്കൂൾസിന്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ഗവൺമെൻറ് ആക്സസ് ചെയ്യുന്നതും അതിനുള്ള ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും. ഓക്കെ, അപ്പം ഇത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ സെൻസസ് കാനഡ ലെറ്റർ കിട്ടിയില്ല എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീ യു വിത്ത് ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.